മലപ്പുറത്ത് 15-കാരനെ ലഹരി നൽകി പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ. പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി സത്യഭാമയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. പീഡന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കുട്ടിയെ ലഹരി ഏജന്റായി ഉപയോഗിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഭർത്താവിന്റെ അറിവോടെയായിരുന്നു പീഡനം. ഭർത്താവ് ഒളിവിലാണ്. CB അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കാരണം ഒരു യുവതി 15-കാരനെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം പീഡന ദൃശ്യങ്ങൾ പകർത്തി ഈ കുട്ടിയെ ലഹരി ഏജന്റായി ഉപയോഗിച്ചെന്ന പരാതി. എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് ഈ പരാതി എങ്ങനെയാണ് ഉയർന്നു വന്നത്? ഇവരുടെ ഭർത്താവിനും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? സംഭവത്തിൽ ഈ ഭർത്താവിനാണ് പ്രധാനപ്പെട്ട പങ്ക് എന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, പോക്സോ കേസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്ത് പറയുന്നില്ല, പ്രത്യേകിച്ച് ഒരു പ്രതിയെ കൂടി പിടികൂടാനുള്ള സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ പല പ്രധാന കാര്യങ്ങളും രണ്ടാമത്തെ, അതായത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സാബിക്കിനെ കൂടി പിടികൂടിയ ശേഷം മാത്രമേ വെളിപ്പെടുത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം പുറത്തറിഞ്ഞത് ഈ കുട്ടി വീട്ടുകാരുമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചപ്പോഴാണ്. ഇവരുടെ അടുത്ത വീട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി വീട്ടുകാരോട് പറയുകയും തന്നെ ഇത്തരത്തിൽ ഈ ലഹരി കൈമാറ്റാനൊക്കെ ഇവരെ നിർബന്ധിക്കുന്നതായിട്ടും തനിക്ക് നേരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും അതിക്രമം ഉണ്ടായതായിട്ടും വീട്ടുകാർ പറയുകയും തുടർന്ന് വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ദമ്പതികൾക്കെതിരെ, ഇവർ പാലക്കാട് സ്വദേശിനിയാണ്, ഇവർക്കെതിരെ മുൻപ് നർക്കോട്ടിക് കേസുകൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മുമ്പ് ഏതെങ്കിലും ലഹരി കടത്ത് കേസിലോ ലഹരി കൈവശം വെച്ച കേസിലോ അത്തരത്തിലുള്ള കേസുകളിൽ ഇവർ പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി കൈമാറ്റത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മുഖ്യ പ്രതി, അതായത് ഈ കേസിലെ യുവതിയുടെ ഭർത്താവിനെ കൂടി അറസ്റ്റ് ചെയ്തതിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്നും അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യം, ഈ ലഹരിയുടെ ഉപയോഗത്തിന് ശേഷമാണോ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്? ലഹരി ഇതിലൊരു വലിയ ഘടകമായിട്ടുണ്ട് എന്നുള്ളതാണ് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതിൽ ലിംഗഭേദമില്ലാതെ ലഹരി എല്ലാവരെയും ഒരേപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. 30 വയസ്സ് മാത്രമാണ് യുവതിക്കുള്ളത്. ഇവർ കുറച്ചു കാലമായിട്ട് ഇവിടെയൊക്കെ തന്നെയാണ്, ഈ തിരൂർ മേഖലയിൽ തന്നെയാണ് താമസം. തീർച്ചയായും അനുമോദ്, എന്തായാലും ഈ കുട്ടിയുടെ 15-കാരന്റെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ 15-കാരൻ, ഈ വിദ്യാർത്ഥി ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം എത്തുന്നത്? മാത്രമല്ല, ലഹരിയുടെ ഏജന്റായി ഈ കുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആർക്കൊക്കെയാണ്, അതായത് തൻ്റെ സഹപാഠികൾക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റ് കുട്ടികൾക്ക് ഈ 15-കാരൻ വഴി ഇവർ ലഹരി നൽകിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? അപ്പം ഈ വീട്ടുകാർ പരാതിപ്പെട്ടത് കുട്ടി നൽകിയ വിവരപ്രകാരമാണ്. കുട്ടി തന്നോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തനിക്ക് നേരെ ഉണ്ടായി, ഇതാണ് സംഭവിച്ചതെന്ന് കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയും തുടർന്ന് ഈ സംഭവം ഇത്രയും വരെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നത്, ഈ ഇത്തരത്തിലുള്ളൊരു പീഡനത്തിൻ്റെ ദൃശ്യം മൊബൈലിൽ ഈ യുവതിയുടെ ഭർത്താവ് പകർത്തുകയും ഇത് കാണിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുവാനും അല്ലെങ്കിൽ അത് അവർ നിർദ്ദേശിക്കുന്ന പോലെ ആളുകളിലേക്ക് കൈമാറാനൊക്കെ എത്തിച്ചു എന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിൻ്റെ ഭാഗത്ത് കിട്ടുന്നത്. പോലീസിൽ മുഴുവൻ വിവരങ്ങൾ പറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പോക്സോ കേസാണ്. ഈ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. രണ്ടാമതായിട്ട് കേസിലെ പ്രതിയായിട്ടുള്ള ആളെ ഇനിയും പിടികൂടാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞ് പോലീസിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ആ കുട്ടിയുടെ സ്വകാര്യത കൂടി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൊണ്ടായിരിക്കാം. എന്തിനാണെങ്കിലും കേട്ടുകേൾവിയില്ലാത്ത സംഭവവികാസങ്ങളാണ് ലഹരിയുടെ പിന്നാലെ, ലഹരിയുടെ മറവിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15-കാരനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച 30-കാരി അറസ്റ്റിലായ ഈ സംഭവം തന്നെ ഈ ലഹരി പരമ്പരകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു സംഭവവികാസമായിട്ട് വേണം, ഒരു ക്രൈമായിട്ട് തന്നെ വേണം നമുക്ക് കാണുവാൻ. എന്തെങ്കിലും വരും ദിവസങ്ങളിൽ മുഖ്യപ്രതിയെ കൂടി പിടികൂടിയ ശേഷം നമുക്ക് ഇതിന്റെ കൂടുതൽ വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്താണ് 15-കാരനെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ യുവതി പിടിയിലായിരിക്കുന്നത്.
ഈ പിന്നീട് അതിനുശേഷം ഈ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ഈ 15-കാരനെ ലഹരിയുടെ ഏജന്റായി ഉപയോഗിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഭർത്താവിന് വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്.